ഗൈസ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ബാഗ്സിൻ്റെ കളക്ഷനാണ്. അപ്പോൾ എത്ര ബാഗ്സ് ഉണ്ട്, എങ്ങനത്തെ ബാഗാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ബാഗാണ്. ഇതെനിക്ക് എൻ്റെ കസിൻ സിൻതാത്ത ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാണ്. ഇടയ്ക്ക് വരുമ്പോൾ ഇങ്ങനത്തെ ബാഗ്സ് അങ്ങനത്തെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ കൊണ്ടുതരാറുണ്ട്. അങ്ങനെ കൊണ്ടു തന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബാഗാണ്. ഇത് രണ്ടായിട്ട് യൂസ് ചെയ്യാം. ഒന്നുകിൽ ഇങ്ങനെ സ്ലിങ് ആയിട്ട് സൈഡിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സ്ലിങ് ഇങ്ങനെ അഴിച്ച് മാറ്റിയിട്ട് കയ്യിൽ ഹാങ് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ കയ്യിൽ ഹാങ് ചെയ്ത് ഇങ്ങനെയും കൊണ്ടു നടക്കാൻ പറ്റും. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ബാഗാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബാഗാണ്. അടുത്തായിട്ട് ഈ ഒരു ബാഗാണ്. ഇത് ഞാൻ മാക്സിൽ പോയപ്പോൾ എനിക്ക് ഇതിൻ്റെ കളർ ഇഷ്ടപ്പെട്ട് മേടിച്ച ബാഗാണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊള്ളും. ഇപ്പം ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല, നോക്കട്ടെ. തുറന്നു. ഇതിനകത്ത് വീടിൻ്റെ താക്കോലാണുള്ളത്, വേറെ ഒന്നും ഇതിൻ്റെ അകത്തില്ല. ഇതിങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സൈഡിൽ ഹാങ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ ഇടാനും പറ്റും. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബാഗാണ്. അടുത്തായിട്ട് ഈ ഒരു ബാഗാണ്. ഇതെനിക്ക് നൈക്കയിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ നൈക്കയിൽ ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്തതാണ്. ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ചെറിയൊരു ബാഗാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ വന്നപ്പോൾ ഭയങ്കര വലുതായിപ്പോയി. അത്യാവശ്യം 2 സിബൊക്കെ ഉണ്ട്. ഫോണും പൈസയും അതുപോലെയുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ വെക്കാൻ പറ്റും. സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലിങ് വന്നിട്ട് നല്ല കട്ടിയുള്ളതാണ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബാഗ്. അടുത്തായിട്ട് ഈ ബാഗാണ്. ഇതെനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയാണ്. എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ബർത്ത്ഡേക്ക് കഴിഞ്ഞ വർഷം തന്ന ബാഗാണ്. ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാഗാണ്. ഇത് ഞാനങ്ങനെ കടയിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യും. ഇതിൻ്റെ അകത്ത് എൻ്റെ കസിൻസ് എനിക്ക് ഗൾഫിൽ നിന്ന് കൊണ്ടു തന്ന കുറച്ച് കമ്മൽ, മാല, അങ്ങനത്തത്, പിന്നെ ഒരു മാസ്ക്, ഇത് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. പിന്നെ കുറച്ച് പൈസ, ഇത്രയാണുള്ളത്. ഈ ബാഗ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല സ്പേസ് ഉള്ള ബാഗാണ്. ഈ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ്. ഇഷ്ടപ്പെട്ട ഒരു ബാഗാണ്. അടുത്ത് വന്നിട്ട് ഈ ഒരു ബാഗാണ്. ഇത് ഞാൻ കുറേ വർഷങ്ങൾ യൂസ് ചെയ്ത് അതിൻ്റെ അടപ്പിളവി അത്രയ്ക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ബാഗ്. ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പോയി ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിപ്പോയി. പിന്നെ ഇതിൻ്റെ അകത്ത് പൈസ, പിന്നെ എൻ്റെ ഒരു വാച്ച്, പിന്നെ എന്തൊക്കെയോ കുറച്ച് പേപ്പർ, ഇത്രയേ ഉള്ളൂ. ഇതും നല്ലൊരു ബാഗാണ്. ഞാൻ കുറേ യൂസ് ചെയ്ത് അടപ്പിളവിയ ഒരു ബാഗാണ്. എനിക്ക് ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടു ഈ കളർ കോമ്പിനേഷൻ. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ്. നല്ലൊരു ബാഗാണ്. അടുത്ത ഈ ഒരു ബാഗാണ്. ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. ഞാൻ ബ്ലാക്കാണ് ഓർഡർ ചെയ്തത്, പക്ഷെ വന്നപ്പോൾ നീലയായിരുന്നു. ഞാൻ വിചാരിച്ച അത്ര ക്വാളിറ്റി ഒന്നും ഇല്ലായിരുന്നു. ഞാനിതങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു ദിവസം പോലും കൊണ്ടുപോയിട്ടില്ല. ഇതിൻ്റെ അകത്തൊന്നുമില്ല, കാലിയാണ്. ഇതിൻ്റെ ഈ സ്ലിങ് പെട്ടെന്ന് പൊട്ടിപ്പോവും. അത്യാവശ്യം വെയിറ്റ് താങ്ങാൻ പറ്റത്തില്ല. പെട്ടെന്ന് കുറച്ച് വെയിറ്റുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഞാനിതങ്ങനെ ഉപയോഗിക്കാറില്ല. ഇഷ്ടമല്ല ഈ ബാഗ്. എനിക്കിഷ്ടപ്പെട്ട് ഈ ഒരു ബാഗാണ്. ഇത് വന്നിട്ട് എനിക്ക് കസിൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നൊരു ബാഗാണ്. ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും കൊള്ളത്തില്ല, പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കും. അടുത്തായിട്ട് ഈ ഒരു ബാഗാണ്. ഇതെനിക്ക് എൻ്റെ കസിൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്ന ബാഗാണ്. പാത്തു എനിക്ക് തന്ന ബാഗാണ്. ഇത് അത്യാവശ്യം നല്ല വലിയ ബാഗാണ്. ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ളും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഏതോ ഒരു ബാഗിൻ്റെ താഴെ പോയി. പിന്നെ ഇതെൻ്റെ കൊച്ചിക്ക് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്ന ഒരു മാലയും സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം മൂന്ന് സിബുണ്ട്, ബാക്കിലും ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു ചെയിൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ബാഗ് അത്യാവശ്യം ഭയങ്കര വലിയ ബാഗാണ്. എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും വലിയ ബാഗ് ഇതാണ്. അടുത്ത് വന്നിട്ട് ഈ ഒരു ബാഗാണ്. ഇത് ഭയങ്കര ഒരു ട്രഡീഷണൽ ഇവൻറ്റിനൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ഒരു ബാഗാണ്. ഇതെനിക്ക് റിൻതാത്ത ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു തന്നെയാണ്. ഒരുപാട് സ്പേസിൽ, എന്നാൽ അത്യാവശ്യം ഫോണും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുള്ളൊരു ബാഗാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബാഗാണ്.
അടുത്ത് വന്നിട്ട് ഈ ഒരു ബാഗാണ്, പെട്ടി ബാഗ് എന്നൊക്കെ നമ്മൾ പറയും. ഈ ബാഗ് ഞാൻ ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ആറ്റിങ്ങിൽ നിന്ന് മേടിച്ചപ്പോൾ എനിക്ക് റേറ്റ് കൂടുതലായിരുന്നു. ഇതേ ബാഗ് എൻ്റെ ഫ്രണ്ട്സ് 100 രൂപ 150 രൂപയ്ക്കൊക്കെ വേറെ കടയിൽ നിന്ന് മേടിച്ചു. അപ്പോൾ എനിക്ക് സങ്കടം വന്നു. പക്ഷെ എനിക്ക് കളർ ഇഷ്ടപ്പെട്ട് മേടിച്ച ബാഗാണ്. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഫോണും മേക്കപ്പ് ഐറ്റംസും ഒക്കെ ഇടാം. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ടിഷ്യൂ, പിന്നെ കുറച്ച് ചില്ലറ പൈസ, അയ്യോ താഴെ പോയി, പിന്നെ എൻ്റെ ഒരു കീ ചെയിൻ. ഇതെനിക്ക് എൻ്റെ സീനിയർ കൃപ ചേച്ചി ഗിഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ബാഗിൻ്റെ അകത്ത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബാഗാണ്. എപ്പോഴും ഇങ്ങനെ കംഫർട്ടബിളായിട്ട് കൊണ്ടു നടക്കാം. പിന്നെ പെട്ടെന്നൊന്നും ചീത്താവത്തില്ല. ഇതാണ് പെട്ടി ബാഗ്. അപ്പോൾ ഇത്രയും ബാഗാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്.